ഇന്നും എയർ ഇന്ത്യയുടെ 4 വിമാന സർവീസുകൾ റദ്ദാക്കി. കണ്ണൂരിൽ നിന്ന് ഷാർജ, അബുദാബി സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. ഫെലിക്സ് വിവരങ്ങളുമായി ചന്ദ്ര. ഫെലിക്സ്, ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്, വല്ലാത്തൊരു പ്രശ്നമാണ്. എന്താണ് ഉണ്ടായത്? ഇതുമായി ബന്ധപ്പെട്ട് യാത്രക്കാരൊക്കെ എന്താണ് പറയുന്നത്? പ്രശ്നം ഏത് തരത്തിൽ പരിഹരിക്കാനാകും എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന യാത്രക്കാർക്ക് നൽകുന്നുണ്ടോ? ഇന്നും യാത്രക്കാർ വിമാനത്താവളത്തിലെത്തി. കഴിഞ്ഞ ദിവസത്തേതുപോലെ സമാനമായി. അപ്പോഴാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ റദ്ദാക്കിയ വിവരം യാത്രക്കാർക്ക് ലഭിക്കുന്നത്. 4 സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. അബുദാബി, ഷാർജ, ദമാം ഈ ഇടങ്ങളിലേക്കുള്ള സർവീസുകൾ പുലർച്ചെ 4:15 ഷാർജയിലേക്ക്, പിന്നീട് 5:15 ദമാമിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ ഉണ്ടായിരുന്നു. ഈ സർവീസുകളൊക്കെ തന്നെ റദ്ദാക്കിയതായ വിവരം 3 മണിക്ക് ഈ വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് ഈ യാത്രക്കാർ അറിയുന്നത്. അവർക്ക് ക്യാൻസലേഷൻ ആയി എന്ന അറിയിപ്പ് വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ ലഭിച്ചു. പിന്നീട് 13-ാം തീയതിക്ക് ശേഷം മാത്രമേ ഇനി പോകാൻ കഴിയൂ എന്നതാണ് ഔദ്യോഗിക വിശദീകരണമായി അവർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന കമ്പനി നൽകിയത് എന്നതാണ് ആ യാത്രക്കാർ നമ്മളോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ കുറെ ദിവസം കഴിഞ്ഞ് മാത്രമേ അവർക്ക് പോകാൻ കഴിയുകയുള്ളൂ. നാളെ വിസ തീരേണ്ടവരടക്കം, നാളെ അവിടെ എത്തേണ്ടവരടക്കം വലിയ പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നുണ്ട്. ഏതായാലും ഈ ക്യാബിൻ ക്രൂവിന്റെ സമരം മൂലമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ ഇന്നലെയും വളരെ അപ്രതീക്ഷിതമായി മുടങ്ങിയത്. ഏതായാലും ആ സമരം തുടരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും. പ്രത്യേകിച്ചും വളരെ പെട്ടെന്ന് വിദേശ രാജ്യങ്ങളിൽ എത്തേണ്ടവർക്ക് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ റദ്ദാക്കിയത് കൂടി വലിയ ബുദ്ധിമുട്ട് ആളുകൾക്ക് നേരിടുന്നുണ്ട്. ഇന്നലെ സമാനമായ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇന്നും അതിനൊട്ടും മാറ്റമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.